കായംകുളത്തെ വികസനത്തെ MLA 10 വർഷം പിന്നിലേക്ക് നയിച്ചുവെന്ന മുദ്രാവാക്യമുയർത്തി NDAയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിന് നേരെ മാർച്ച് നടത്തി. മാർച്ച് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം MLA വികസനത്തെ 10 വർഷം പിന്നിലേക്ക് നയിച്ചു എന്ന മുദ്രാവാക്യമുയർത്തി NDAയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖല എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം 6 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമുള്ള ഈ കായംകുളം പഞ്ചായത്തില് ഒരു താലൂക്ക് ആശുപത്രിയുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള സജഷൻ അത് നാട്ടുകാർ വെക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഇന്നും ആ താലൂക്ക് ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഡോക്ടർമാരില്ല, നഴ്സില്ല, അടിസ്ഥാന സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങളായിട്ടുള്ള ജനങ്ങളെ മുഴുവനും സ്വകാര്യ ആശുപത്രികളിലേക്ക് തള്ളിവിടുന്ന പ്രവർത്തനമാണ് ഇവിടെയുള്ള MLA ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആരോഗ്യ മേഖലയിലെ സമഗ്രമായിട്ടുള്ള വികസനത്തിനു വേണ്ടി നൂതനമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കേന്ദ്രം നടപ്പിലാക്കുമ്പോഴും ഇവിടെയുള്ള MLAക്ക് ഈ ആരോഗ്യ മേഖല ശ്രദ്ധിക്കാൻ സമയമില്ല. ഇവിടെയുള്ള ആരോഗ്യ മേഖല ശ്രദ്ധിക്കുവാൻ താലൂക്ക് രൂപീകരണം എന്ന് പറയുമ്പോ 10 വർഷവും 15 വർഷവും എടുത്താൽ തീരാത്ത അത്ര വലിയ പ്രക്രിയയാണോ എന്നുള്ളത് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ 11 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രിയമുള്ളവരെ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം നെഞ്ചു നിവർത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 11 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളിൽ ആ പ്രവർത്തനങ്ങളിൽ ഏതെല്ലാം ഈ കായംകുളം മണ്ഡലത്തിൽ വന്നു എന്നുള്ളത് പരിശോധിക്കേണ്ട അവസരമാണ് ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, വെള്ളമില്ലായ്മ ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്നാണ്. BJP ആലപ്പുഴ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ് അധ്യക്ഷത വഹിച്ചു. ജീവിച്ചിരിക്കുന്ന രീതിയിലാണ് കായംകുളത്തിന്റെ അവസ്ഥ. കഴിഞ്ഞ 3 ടൈമായിട്ട് കായംകുളത്തിന്റെ മുനിസിപ്പൽ പ്രദേശത്തിലും പഞ്ചായത്തിലും ഒക്കെ അധികാരത്തിൽ നിന്ന് മാറ്റിമർത്തിപ്പെട്ട് ഈ പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിലെ ഒരു അധികാരം പിടിച്ചു കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്തി എന്നൊരു ആത്മവിശ്വാസത്തില് അസംബ്ലി തെരഞ്ഞെടുപ്പിലെ UDF കാണുന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ടിന്റെ പകുതി പോലും. BJP കായംകുളം മണ്ഡലം പ്രസിഡന്റ് R വിനോദ്, ചെട്ടുകുളങ്ങര മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ, BDJS മണ്ഡല അധ്യക്ഷൻ ബേബി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. 10 വർഷമായി വികസനം കൊണ്ടുവരാതെ കല്ലിടൽ ചടങ്ങുകളുമായി പിണറായിസം നടപ്പാക്കുകയാണ് കായംകുളം MLA എന്നും താലൂക്ക് രൂപീകരണം പ്രഖ്യാപനമായി തന്നെ നിൽക്കുകയാണെന്നും നവ്യ ഹരിദാസ് പറഞ്ഞു. കായംകുളത്തെ UDF MLAയുടെ B ടീമാണെന്നും LDF സ്ഥാനാർത്ഥി നിർണയത്തിൽ പടലപ്പിണക്കം അരൂക്ഷമാണെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാമദാസും പറഞ്ഞു. NDA കൺവീനർ പുളിയറ വേണുഗോപാൽ, സംസ്ഥാന സെക്രട്ടറി പ്രദീപ് ലാൽ, ശിവസേന ജില്ലാ ജനറൽ സെക്രട്ടറി കലേഷ് മണിമന്ദിരം, BDJS ജില്ലാ സെക്രട്ടറി സതീഷ്, BJP സംസ്ഥാന ജില്ലാ നേതാക്കളായ മഠത്തിൽ ബിജു, പാറയിൽ രാധാകൃഷ്ണൻ, ബിജു ആമ്പക്കാട്, കണ്ണൻ ചെട്ടുകുളങ്ങര, ബിപിൻ രാജ്, അരുൺ രാഘവൻ, മഹിളാ മോർച്ച നേതാവ് സരസ്വതി രമേശ്, സുനിൽ K ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.